ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനൂയ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനൂയ, യഥാർത്ഥ പേരല്ല. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. എൻ്റെ 23-ാമത്തെ വയസ്സിലായിരുന്നു വിവാഹം. പെട്ടെന്ന് വന്ന ആലോചനയാണ്. എൻ്റെ അച്ഛനാണ് ആലോചന കൊണ്ടുവന്നത്. ചെക്കന് ജാതകപ്രകാരം നല്ല സമയമാണ് വിവാഹം കഴിക്കാൻ. അതുകൊണ്ട് പെട്ടെന്ന് വിവാഹം കഴിച്ചേ മതിയാകൂ. നല്ല സമ്പത്തും ജോലിയും ഒക്കെ ഉണ്ട്. നല്ല പേര് കേട്ട കുടുംബമാണ്. അതുകൊണ്ട് എന്നോട് നിർബന്ധിച്ചു. പിന്നെ പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത്ര നേരത്തെ വിവാഹിതയാകണം എന്നുള്ള എതിർപ്പുകളൊക്കെ എനിക്ക് ആവിയായിപ്പോയി. കാരണം അൾട്രാ മോഡേണായ സുന്ദരനായ ഒരാൾ, പിന്നെ എന്തിനു വേണ്ടെന്ന് വെക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ സമ്മതിച്ചു. പക്ഷേ പഠിത്തം എനിക്ക് പിന്നെയും തുടരണം. കല്യാണം കഴിഞ്ഞാലും അതിനൊന്നും ആ വീട്ടുകാർക്ക് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ മാഡം, പെണ്ണ് കണ്ട് ഏകദേശം 1.5 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ കല്യാണവും നടന്നു. എനിക്കൊരു ചേട്ടനുണ്ട്. പുള്ളി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. പിന്നെ അച്ഛനും അമ്മയ്ക്കും അവർക്ക് 2 പേർക്കും ജോലിയുണ്ട്. പിന്നെ വീട്ടിൽ എന്നെ നോക്കാനുള്ളത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. വലിയ പ്രായമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ പ്രധാന പ്രശ്നം എൻ്റെ അച്ഛനും എൻ്റെ അമ്മമ്മയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മായിയമ്മയും മരുമകനും തമ്മിലെ കൊമ്പ് കോർക്കലാണ്. എല്ലാ കാര്യത്തിലും 2 പേരും ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഞാനും അമ്മയും അതിലിടപെടില്ല. 2 പേരുടെയും വഴക്ക് കണ്ട് രസിക്കും. ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന 2 പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഈ ചെക്കൻ വന്നതിനെ പെണ്ണ് കണ്ടല്ലോ. ആദ്യം ഞാൻ പറഞ്ഞത് എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്നാണ്. അമ്മമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിഷ്ടപ്പെട്ടല്ലോ. കല്യാണത്തിന് ഞാൻ സമ്മതവും മൂളി. അത് അമ്മമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടി പെണ്ണെ, തൊഴിലെടുപ്പ് കണ്ട് നീ തുള്ളുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇതുവരെ ആണുങ്ങളെ അടുത്തറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം. നിൻ്റെ അച്ഛനില്ലേ, ആ കഴിവ് കെട്ടാൻ കൊണ്ടുവന്ന ആലോചനയാണ്. അതുകൊണ്ട് നീ നല്ലോണം സൂക്ഷിച്ചു. ഈ ചെക്കന് കാര്യമായ എന്തോ പ്രശ്നം കാണാൻ സാധ്യതയുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, അമ്മമ്മ എന്താ ഈ പറഞ്ഞത്? എൻ്റെ അച്ഛന് കഴിവൊക്കെ ഉണ്ട്. അദ്ദേഹം ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ. എടി, ആ ആണിൻ്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ പോയിരുന്ന് പേന കൊണ്ട് കുത്തി വരയ്ക്കുകയോ അല്ലെങ്കിൽ പരീക്ഷ എഴുതി വിജയിക്കുകയോ അല്ല. അത് നിനക്കറിയില്ല. കാര്യം നിന്നെ പൊട്ടിയായിട്ടാണ് നിൻ്റെ അച്ഛനും അമ്മയും വളർത്തിയത്. ആണിൻ്റെ കരുത്തെന്ന് പറയുമ്പോൾ മറ്റു പല കാര്യത്തിലുമാണ്. നിൻ്റെ അച്ഛനില്ലേ, അവൻ വല്ലാത്തൊരു പോഴനാണ്. പിന്നെ ഈ വന്നവനെ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാം, ചോക്ലേറ്റ് കുട്ടൻ എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ഇങ്ങനെ കാണാൻ കൊള്ളാം. അതല്ലാതെ അവനെ കൊണ്ട് നിനക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നില്ല മോളെ. കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി നല്ലൊരു ഭർത്താവ്, അതിൽ കൂടുതലൊന്നുമില്ല. അമ്മമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ അച്ഛനെ 24 മണിക്കൂറും കുറ്റം പറയുകയാണ്. അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് എൻ്റെ അമ്മയാണ്, അല്ലാതെ അമ്മമ്മയല്ല. മരുമകൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ 24 മണിക്കൂർ നടന്നാൽ പോരാ എന്ന് പറഞ്ഞ് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു. ഓ എടി, നിൻ്റെ അച്ഛൻ്റെ കഴിവ് 2 കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവന് വലിയ കഴിവാണെന്നായിരിക്കും നീ വിചാരിക്കുന്നത്. നിൻ്റെ അമ്മയും അങ്ങനെ വിചാരിക്കുന്നേ. പക്ഷേ അവളുടെ ജീവിതം എത്ര കുളമാണെന്ന് എനിക്കല്ലേ അറിയൂന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. അച്ഛൻ നല്ല സ്നേഹമുള്ളവനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ അങ്ങനല്ലേ, കുലസ്ത്രീകളായ പെണ്ണുങ്ങൾ ഭർത്താവിനെ പൊക്കി പറയും. പക്ഷേ പൊക്കി പറയാൻ മാത്രം ഒന്നുമില്ലെന്ന് യഥാർത്ഥത്തിൽ അവൾക്കറിയാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രഹസ്യങ്ങളൊക്കെ ആരെങ്കിലും ആരോടും പറയുമോ? അതാ ഞാൻ ചോദിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ അമ്മമ്മയ്ക്ക് ഇങ്ങനെ അറിയാം, എൻ്റെ അച്ഛന് കഴിവില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എടീ, കണ്ടറിയാത്തവൾ കൊണ്ടറിയുന്നല്ലേ. ചെന്ന് കയറിക്കൊടുക്ക്, നിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന പുന്നാരക്കുട്ടൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഓർത്തെന്തെന്നറിയാമോ, അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് തെറിവർത്താനൊക്കെ പറയാറുണ്ട്. അച്ഛനോടും പറയും. അതൊക്കെ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടാണ്. 2 പേരും കീരിയും പാമ്പും പോലാണല്ലോ. ഒരു ദിവസം വഴക്കിട്ടില്ലെങ്കിൽ 2 പേർക്ക് സമാധാനമില്ല. എന്നാൽ സ്നേഹമുള്ള സമയങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കല്യാണം കഴിഞ്ഞു, ആ വീട്ടിലേക്ക് ചെന്നു. ഒരു പ്രശ്നവുമില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എൻ്റെ വീടിനേക്കാൾ എന്തുകൊണ്ടും മെച്ചമാണ് അവിടുത്തെ കാര്യങ്ങൾ. എല്ലാവർക്കും സ്നേഹം, സ്വാതന്ത്ര്യം ഒക്കെയുണ്ട്. ഹസ്ബൻഡ് പക്ഷേ ആദ്യ ദിവസം തന്നെ സ്നേഹപ്രകടനത്തിൽ അത്ര വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഞാൻ ഓർത്തു പുള്ളിക്ക് നാണമായിരിക്കുമെന്ന്. അത് 1, 2, 3, 4, 5 ദിവസം പോയി. അതിനിടയ്ക്ക് ഞങ്ങൾ വിരുന്നിനൊക്കെ പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അല്ല ചേട്ടന് വല്ല നാണവുമുണ്ടോയെന്ന്. പുള്ളി പറഞ്ഞു, എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിളും നാണമൊക്കെ ഉണ്ട്. പണ്ടേ വിവാഹം എന്ന് കേൾക്കുമ്പോൾ എനിക്കിത്തിരി പേടിയാണ്. അതെന്താ ചേട്ടാ, വിവാഹം എന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിക്കേണ്ടത് പെണ്ണുങ്ങളല്ലേ? അപ്പോൾ പുള്ളിനോട് ചോദിച്ചു, പെണ്ണുങ്ങളെന്തിനാണ് പേടിക്കുന്നത്? ആണുങ്ങളല്ലേ പേടിക്കേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, അതെന്താ? അല്ല, ആണുങ്ങളാണല്ലോ കഴിവ് തെളിക്കേണ്ടത്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ ചേട്ടന് കഴിവില്ലെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുകയാണോ? എൻ്റെ അമ്മമ്മ അപ്പോഴേ പറഞ്ഞിരുന്നു, ചേട്ടൻ എന്തോ കുഴപ്പമുണ്ട്, ചേട്ടൻ പ്രശ്നക്കാരനാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഞെട്ടി.
പറ നിന്റെ അമ്മമ്മ എന്താ പറഞ്ഞത്? ഞാനിപ്പോൾ ഡോസ് കുറച്ചാണ് പറഞ്ഞത്. അമ്മവും പറഞ്ഞത് കാണാനുള്ള സൗന്ദര്യമൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ കഴിവുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന്. നിന്റെ അമ്മമ്മ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഞാൻ പറഞ്ഞ അമ്മമ്മയുടെ നാക്കിനില്ലില്ല. അമ്മമ്മ എന്ത് വേണമെങ്കിലും പറയും. അപ്പോൾ പുള്ളി എൻ്റെ കൈ പിടിച്ച് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മമ്മ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, എൻ്റെ മനസ്സിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അത് അമ്മമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് താനും. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അവിടെ ഇവിടെയും തൊടാതെ ഉള്ളതങ്ങ് പറ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് പണ്ടേ അപകർഷതാബോധമുണ്ട്. വേണ്ടത്ര രീതിയിലല്ലല്ലോ, അല്ലെങ്കിൽ വേണ്ടത്ര എനിക്കില്ലല്ലോ എന്നോർത്ത് നല്ല പേടിയുണ്ട്. സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകില്ലെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ പറഞ്ഞു. അതിന് നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴേക്കും കൂട്ടുകാരുമൊത്ത് ഇതൊക്കെയായിരുന്നു പരിപാടി. ഇടി അങ്ങനെയല്ല, ആണുങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോഴേക്കും അവരിത്തരം കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കും. നീ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പം അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കും. അവനാണ് എന്നോടൊരു ദിവസം ചോദിച്ചത്, ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് ഒരു പെണ്ണെ കല്യാണം കഴിക്കുകയും ജീവിക്കുകയും ചെയ്യാന്ന്. അത് കേട്ട് റൂമിലുള്ളവർ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് എനിക്ക് വല്ലാത്ത അപകർഷതാബോധമാണ്. വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് ഞെട്ടലാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് പ്രേമമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ആരുമായിട്ടും അടുത്ത് ഇടപഴകിയിട്ടില്ല. വീട്ടുകാരാണെങ്കിൽ ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞ് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്ത് അങ്ങ് കല്യാണം കഴിച്ചതാണ്. ഇനി ഈ കല്യാണത്തിൻ്റെ ഗതി എന്താകുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ടെൻഷൻ എനിക്കുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പ്രേമോ മണ്ണങ്കട്ടയൊന്നും ഇല്ലായിരുന്നു. ഈ ആണും പെണ്ണും തമ്മിലുള്ള ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടും എനിക്ക് യാതൊരു വിവരവും ഇല്ല. എല്ലാം വീഡിയോയിലൊക്കെ കണ്ടതുപോലെ ഉള്ളൂ. പക്ഷെ ഞാൻ പലപ്പോഴും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിലൊന്നും ഒരു കാര്യമില്ല. സ്നേഹപൂർവ്വമായിട്ടുള്ള പെരുമാറ്റത്തിലും അതേപോലെ തന്നെ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇഴയെടുപ്പത്തിലുമാണ് കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് നേരത്തെ ഒരു മുൻപരിചയവുമില്ല, എക്സ്പെക്റ്റേഷനുമില്ല. അപ്പോൾ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇതോത്ത് ചേട്ടൻ വിഷമിക്കുകയേ വേണ്ട. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട. ആ പ്രശ്നം കൊണ്ട് എന്തായാലും നമ്മുടെ വിവാഹ ജീവിതം പിരിയില്ല, ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞ് ഞാൻ സത്യം ചെയ്തു കൊടുത്തു. ആക്ച്വലി അദ്ദേഹം പറഞ്ഞതിൽ അല്ലെങ്കിൽ അമ്മമ്മ പറഞ്ഞതിലൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. കാരണം എനിക്കിതിനെപ്പറ്റി യാതൊരു പ്രതീക്ഷയില്ല. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല എന്ന് മാത്രം ഞാൻ പ്രതീക്ഷയുള്ളൂ. എന്തായാലും ആണുങ്ങളാണല്ലോ, അപ്പോൾ അവർ ഒരു രീതിയിൽ അങ്ങോട്ട് പോകും എന്ന് മാത്രം ഞാൻ മനസ്സിൽ വിചാരിച്ചുള്ളൂ. ഇങ്ങനെ 2-3 ദിവസം സത്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങി. എന്നോട് സ്നേഹപൂർവ്വമായി നല്ല രീതിയിൽ പെരുമാറാനും തുടങ്ങി. ഒരു ദിവസം പുള്ളിക്കാരൻ കാര്യങ്ങളിലേക്ക് വട്ടമൊപ്പിച്ച് കടക്കുകയും ചെയ്തു. പക്ഷേ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ 1-2 പേരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിമാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് ദിവസം അടുപ്പിച്ച് നല്ല ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും, അത് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ആയെന്ന്. പക്ഷേ ഇവിടെ എനിക്ക് ആദ്യമേ ഓക്കെയാണ്. പ്രത്യേകിച്ച് പറയത്തക്ക ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ഞാൻ പിന്നീട് 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറഞ്ഞത് ശരിയാണ്. നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ, ഉരുട്ടിയെടുത്ത ദേഹം. പക്ഷേ അവസാനം നോക്കി കഴിയുമ്പോഴേക്കും ഒന്നുമില്ല, ശൂന്യത എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ജീവിക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്ങും തോന്നിയില്ല. ആദ്യം ഒരു 5-6 മിനിറ്റ് മോളെ ചക്കരെ നീ എൻ്റെ സ്വന്തമല്ലേ എന്നൊക്കെ പറയും, കുറച്ച് വാചകം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആക്ഷൻസാണ്. ആക്ഷൻസ് കുറച്ച് സമയമുണ്ട്, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. പക്ഷേ ആക്ഷൻസിന് പ്രത്യേകമായിട്ട് ഒരു താളക്രമങ്ങളോ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നൊരു ഫീലിംഗ് എന്ന് മാഡം പറഞ്ഞിട്ടില്ലേ, അതേപോലൊരു ഫീലിംഗാണ്. ഒന്നുമില്ല. അത് കഴിയുമ്പോഴേക്കും ഓക്കെ അല്ലേ മോളെന്ന് ചോദിക്കും. ഞാൻ ഓക്കെ ആണെന്ന് പറയും. 2 പേരും കിടന്നുറങ്ങും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന ദിവ്യ അനുഭൂതിയോ സ്നേഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളും എനിക്കുള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. അതെനിക്ക് വലിയ വിഷമമായിരുന്നു. പക്ഷേ ഉള്ളതുകൊണ്ട് ഓണം പോലെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ വാക്ക് കൊടുത്താണ്. അതനുസരിച്ച് സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദമ്പതികൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി ഒരു താളക്രമത്തിലെത്താൻ കുറേ കാലം എടുക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലാം പതുക്കെ ശരിയാകും എന്ന് ഞാൻ വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ എന്നോട് ചോദിച്ചു, എടി അവൻ എങ്ങനെയുണ്ട്?
ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ല സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ കാര്യം മാത്രം നീ എന്നോട് പറയരുത്, ബാക്കി കാര്യങ്ങൾ എങ്ങനെയുണ്ട്, നിൻ്റെ അച്ഛനെ പോലെയാണോ? അപ്പം ഞാൻ ചോദിച്ചു, യഥാർത്ഥത്തിൽ അമ്മമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ അച്ഛനെ അമ്മമ്മ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്താടി നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മമ്മ ദേഷ്യപ്പെട്ടു. അല്ല, ഞാൻ സത്യസന്ധമായി ചോദിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതമല്ലല്ലോ അച്ഛൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങൾ എനിക്ക് എങ്ങനെ അറിയാനാണ്? അച്ഛനെ പോലെ ഇരിക്കുന്നൊരു ഭർത്താവിനെ എങ്ങനെയാണ് കിട്ടുന്നത്? ഭർത്താവിൻ്റെ സ്വഭാവവും അച്ഛൻ്റെ സ്വഭാവവും സ്ഥാനമൊക്കെ അല്ലേ ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ, അമ്മമ്മ ശരിക്കും അച്ഛനെ കുറ്റം പറയുന്നു, പോഴനാണെന്ന് പറയുന്നു, കൊള്ളില്ലെന്ന് പറയുന്നു, കഴിവില്ലെന്ന് പറയുന്നു. ഇതിന് മാത്രം ടെസ്റ്റ് അമ്മമ്മ എവിടെയാണ്, എന്താണ് നടത്തിയത്? എനിക്കതറിയണം. എൻ്റെ ബലമായ സംശയം ഇതാണ്, അമ്മമ്മയുടെ ഹസ്ബൻഡ് ശരിക്കും എൻ്റെ അമ്മയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതല്ലേ? അപ്പോൾ മകളുടെ കല്യാണം കഴിഞ്ഞു. ആണുങ്ങളെ കണ്ടാൽ ഉടനെ തന്നെ മനസ്സിലാകുന്ന അമ്മമ്മയ്ക്ക് മരുമകൻ പണ്ട് പെണ്ണ് കാണാൻ വന്നപ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പോ മനസ്സിലായില്ലേ, ഇവൻ ശരിയല്ല, ഇവൻ കൊള്ളില്ല, എൻ്റെ മകൾക്ക് ഇവൻ സ്യൂട്ടാകില്ലെന്ന് അന്ന് മനസ്സിലാകാത്ത അമ്മമ്മ പിന്നെ എങ്ങനെയാണ് സ്വന്തം മരുമകൻ കൊള്ളില്ലെന്ന് മനസ്സിലാക്കിയത്? അപ്പോൾ ഭർത്താവ് മരിച്ചു പോയ അമ്മമ്മ സ്വന്തം മകളുടെ കൂടെ താമസിക്കുന്നു. നല്ല സുന്ദരനായ എൻ്റെ അച്ഛൻ അവിടെയുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള അടുപ്പം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മയ്ക്ക് സഹിച്ചില്ല. അമ്മമ്മ എൻ്റെ അച്ഛനെ ട്യൂൺ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നടക്കില്ല, എനിക്ക് കളവിയെ വേണ്ട എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയതല്ലേ അമ്മമ്മയുടെ പ്രശ്നം. ആ പ്രശ്നമല്ലേ അമ്മ ഇപ്പോഴും എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡോസ് കൂടിയ സംസാരമൊന്നും എൻ്റെ വായിൽ നിന്നും ഉണ്ടാകുന്നതല്ല. ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴല്ലേ മാഡം ഓരോ കാര്യങ്ങളും നമുക്ക് തുറന്നു വരികയുള്ളൂ. ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം കൊണ്ടാണ് എനിക്കിതിന് തിരിച്ചു മറുപടി പറയാനുള്ള ഒരു ഐഡിയ കിട്ടിയത്. വിവരമില്ലാത്തവളല്ലോ ഞാൻ, പക്ഷേ എല്ലാം അടുക്കി ഒതുക്കി ജീവിച്ചു പോന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ, നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചത്? അപ്പോൾ നിൻ്റെ അച്ഛൻ നിന്നോട് ഈ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞ കഥയിൽ ഞാനാണ് വില്ലെത്തിയല്ലേ? അപ്പം നീ ഇത്രയും കാലം എല്ലാം അറിയാമായിരുന്നിട്ടും അടങ്ങി ഒതുക്കിയിരിക്കുകയായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, അച്ഛൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാടി ഈ കഥയൊക്കെ നീ പറഞ്ഞത്? എടി, അവനെ ഞാൻ നോക്കാൻ പോയിട്ടില്ല, ഞാൻ എൻ്റെ മുറിക്കകത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. എടി, എനിക്കൊരേ ഒരു മോൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് എൻ്റെ നല്ല ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. അത് കഴിഞ്ഞ് എൻ്റെ സൗന്ദര്യം കണ്ട് എത്രയോ പേരെൻ്റെ പുറകെ വന്നാണ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മോളെ ഓർത്ത് ഞാൻ അതിന് സമ്മതിച്ചില്ല. വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നവൻ എൻ്റെ വീട്ടിൽ നിൽക്കണം, എനിക്കതായിരുന്നു നിർബന്ധം. ആ സമയത്ത് എക്സ്റേ കണ്ണ് വെച്ച് നിൻ്റെ അച്ഛനൊന്നും ഞാൻ നോക്കിയില്ല. വീട്ടിൽ വന്ന് നിൽക്കുന്ന നല്ലൊരു ചെക്കൻ, നല്ല ജോലിയും വേണം. അത് സാധിച്ചു. നിൻ്റെ അമ്മയെ സുന്ദരിയായിരുന്നു, അവനും ഇഷ്ടപ്പെട്ടു. അവരുടെ കല്യാണം നടന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് പോയില്ല. ഈ വീട്ടിൽ വേറൊരു മുറിയിൽ ഞാൻ അടിപൊളിയായി ജീവിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞ് 1 വർഷമാകുന്നതിന് മുമ്പ് നിൻ്റെ അച്ഛനാണ് എൻ്റെ മുറിയിൽ വന്ന് പറഞ്ഞത്, മോളേക്കാൾ ഒത്തിരി സുന്ദരിയാണ് അമ്മ, അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ 1, 2, 3 100 വട്ടമാണ് എൻ്റെ പുറകെ നടന്ന് കെഞ്ചിക്കയാണത്. ഈ വീട്ടിൽ ഒന്നിച്ച് താമസിക്കുകയല്ലേ, എൻ്റെ മകൾക്കും നല്ല ജീവിതം വേണം. ഒരു നിമിഷം മരുമകനാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു. പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരവസരം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്നത് വലിയ ദുരന്തമാണെന്നും. നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ആവേശം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേണമെങ്കിൽ നമ്മൾ സൂക്ഷ്മദർശിനി വെച്ച് നോക്കണം, അതേ അവസ്ഥയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ അവനെ കണക്കറ്റ് പരിഹസിച്ചു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് അങ്ങേർ നേരത്തെ മരിച്ചുപോയെങ്കിലും അദ്ദേഹം ആണൊരുത്തനായിരുന്നു. നല്ല കരിവീട്ടി പോലെ ഒരു മനുഷ്യൻ. അങ്ങേരോട് കഴിഞ്ഞവളാണ് ഞാൻ. എനിക്കറിയാം ആരാണെന്ന്. അതിന് പകരം ഈ ഞാനൂലൊന്നും വന്നു കഴിഞ്ഞാൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ തുറന്നങ്ങ് പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് നിൻ്റെ അച്ഛന് എന്നോടുള്ള വിരോധം. അവൻ പിന്നെ എന്നെ ശത്രുവായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പ്രായത്തിലും അവൻ എന്നെ ശത്രുവായിട്ട് കാണുന്നതിന് കാര്യം എന്താണെന്നറിയാമോ? അവൻ പരാജയപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. ശരിക്കും അവൻ്റെ ദാമ്പത്യ ജീവിതം ഒട്ടും സക്സസ് അല്ല. എൻ്റെ മകളാണ് അത് അനുഭവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിൻ്റെ അമ്മ സഹിക്കുകയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണോ അതോ അവളൊരു പൊട്ടിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുളയിലെ ആ കാര്യങ്ങൾ നുള്ളാൻ എനിക്ക് പറ്റിയത് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ബാക്കി നടന്നൊന്നും കാര്യം എനിക്കറിയില്ല. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്, അന്നത്തെ സംഭവത്തോടുകൂടി എനിക്ക് പല കാര്യങ്ങളും സൂക്ഷ്മദർശിനി വെച്ച് കാണാൻ പറ്റി. അത് വെച്ച് പറയുകയാണ്. ഇപ്പം വാദിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞാലും എനിക്കുറപ്പാണ് നിൻ്റെ അച്ഛനേക്കാൾ വളരെ ഗ്രേഡ് കുറഞ്ഞൊരുത്തിനാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്.
കാണാനുള്ള സൗന്ദര്യം മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും സന്തോഷം കാണില്ല. നിന്റെ അമ്മ ആക്ട് ചെയ്ത് ജീവിച്ചതുപോലെ ആയിരിക്കാം നീയും ജീവിക്കാൻ പോകുന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. അമ്മമ്മ പെട്ടെന്ന് പറഞ്ഞു നിർത്തി. ശരിക്കും അമ്മമ്മയുടെ ആദ്യത്തെ കഥ കേട്ട് ഞാൻ ഷോക്ക്ഡായി. ഇത്രയും തുറന്നു പറയാം അമ്മയെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും നാളും ഇവർ കീരിയും പാമ്പും പോലെ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കിയതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചത് രണ്ടുപേരും തമ്മിൽ വേറെന്തോ അടിയൊഴുക്കുകളുണ്ടെന്നാണ്. അതായത് ഇപ്പോഴും അവർ തമ്മിൽ ആക്റ്റീവായിട്ട് വല്ലതും കാണുമെന്ന് പോലും ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛനേറ്റ അപമാനഭാരമാണ് ഇങ്ങനെയൊരു വഴക്കിന് കാരണമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ അവസാനം അമ്മ പറഞ്ഞ കാര്യം അത് കറക്റ്റായി ഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരാളാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം തോന്നി. പക്ഷേ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായേക്കാം. പിന്നെ അച്ഛനും അമ്മയൊക്കെ തമ്മിൽ നല്ല സ്നേഹമാണല്ലോ. എല്ലാ സമയത്തും അവർ നല്ല അടുപ്പത്തിലാണ്. ഒരിക്കൽ പോലും വഴക്കൊന്നും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുമില്ല. ഇനിയിപ്പോൾ അമ്മായിയമ്മയും മരുമകനും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോഴും അമ്മ ഇടപെടില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാത്തത്? ഒരു പക്ഷേ അമ്മയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. വീണാടും തന്നെ സ്വർഗ്ഗലോകം എന്ന് വിചാരിച്ചു. പക്ഷേ അമ്മമ്മ അങ്ങനെയല്ല. അമ്മമ്മയ്ക്ക് മുൻ അനുഭവമുണ്ട്. അപ്പോൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛനെ ഓടിച്ചു വിട്ടു. എൻ്റെ കാര്യം വരുമ്പോഴേക്കും ഞാനത് ഒരു പരീക്ഷണ നിരീക്ഷണ പീരീഡിലാണ്. കാര്യം അമ്മമ്മ തന്ന വാണിംഗ് എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനുണ്ട്. അതാണോ ഇതാണോ, യഥാർത്ഥത്തിൽ വേറെന്തെങ്കിലും എന്നെ കാത്തിരിപ്പുണ്ടോ? അപ്പോൾ ഞാൻ സെറ്റായിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ സെറ്റായവരാണ്. ഞാൻ സെറ്റിലായിട്ടില്ല. എനിക്കിപ്പോഴും കുഴപ്പങ്ങളുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ എന്നോട് ചോദിച്ചു, സത്യം പറ, ഞാൻ പറഞ്ഞതല്ലേ ശരിയെന്ന്. ഞാൻ അപ്പോൾ ആ സമയത്ത് സമ്മതിച്ചു. അപ്പോൾ വിശദമായി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞു. അത് കേട്ട് അമ്മമ്മ മൂക്കത്ത് വിരൽ വെച്ച് കളിയാക്കി ചിരിച്ചു. എടീ, ഇത്രയെങ്കിലും നടന്നല്ലോ, ഇതുപോലും നടക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പം അവൻ എങ്ങനെ ശരിയാകാനാ? നിൻ്റെ ജീവിതവും ഇങ്ങനെ ആയിപ്പോയില്ലേ മോളെ. ഒരു കാര്യം ചെയ്യേ, പെട്ടെന്ന് തന്നെ നീ ജോലിക്ക് പോകാൻ തുടങ്ങും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്താ അമ്മമ്മേ? അമ്മമ്മ കുലുങ്ങി ചിരിച്ചു. എടീ, എന്തായാലും കാര്യങ്ങളുടെ കിടപ്പുവശം കറക്റ്റായിട്ട് നിനക്ക് മനസ്സിലായല്ലോ. ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അവനെ ഉപേക്ഷിക്കൊന്നും വേണ്ട. അവൻ അവിടെ ഇരുന്നോട്ടെ. നിൻ്റെ ഭർത്താവായിട്ട് നല്ല സൗകര്യമുണ്ട്, നല്ല പൊസിഷനുണ്ട്. നീ എന്തുകൊണ്ടും സന്തോഷവതിയുമാണ്. ഒരു കാര്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ നിനക്ക് കുഴപ്പം. ആ കുഴപ്പം തീർക്കാൻ നീ ജോലിക്ക് പോയെങ്കിലേ പറ്റുകയുള്ളൂ. ജോലിക്ക് പോയി കഴിഞ്ഞാൽ പുറം ലോകവുമായിട്ട് നല്ല അടുപ്പം വരും. അവിടെ ധാരാളം ആണുങ്ങൾ വരും. അതിൽ നിന്ന് രഹസ്യമായി നിനക്ക് വേണ്ടവരെ, വേണ്ടുന്ന ലോകം കാണിച്ചു തരുന്നവരെ കണ്ടെത്താം. അമ്മമ്മേ, നീ വെറുതെ എന്നെ ഇങ്ങനെ താളക്രമത്തിൽ വിളിക്കണ്ട. ഇതാണ് അതിൻ്റെ ശരിയായ വഴി. ഒന്നുകിൽ ഇനിയും ഹയർ സ്റ്റഡീസിന് പോവുക, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ജോലിക്ക് പോവുക, പുറം ലോകത്തേക്ക് ഇറങ്ങി നടക്കുക. അപ്പം മോളെ, മതിച്ചു നിൽക്കുന്ന നല്ല കാട്ടുകൊമ്പന്മാർ വരും. അതിൽ ഒരാളെങ്കിലും നീ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ഉപമയും ഉൽപ്രേക്ഷ എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അമ്മമ്മയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവിൻ്റെ കൂടെയുള്ള വീരവാദ കഥകളും അത് കഴിഞ്ഞ ശേഷം എൻ്റെ അച്ഛൻ വന്ന കളിയാക്കൽ കഥകളും അല്ലാതെ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, എടീ, ഞാൻ വീട്ടിലിരുന്നാലും എൻ്റെ ആവശ്യങ്ങൾ നടത്താൻ ഞാൻ മിടുക്കിയായിരുന്നു. അതൊന്നും നിന്നോട് വിസ്തരിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പം തിന്നാൽ മതി, കുഴി എണ്ണാൻ വരണ്ട. നീ മിടുക്കിയാണെങ്കിൽ നിൻ്റെ കാര്യങ്ങൾ നോക്കും എന്ന് പറഞ്ഞ് അമ്മമ്മ പോയി. അമ്മമ്മയുടെ ഉപദേശം സ്വീകരിച്ചാണ് മാഡം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത്. ബോറടിക്കുന്നു, എനിക്ക് ജോലിക്ക് പോകണമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഓഫീസ് ജോലിക്ക് പോയി തുടങ്ങിയിട്ട് 3 മാസമായി. ഇവിടെ നിറയെ സൗന്ദര്യമുള്ള ആണുങ്ങളാണ്. പലർക്കും എന്നെ നോട്ടമുണ്ട്. അമ്മമ്മ പറഞ്ഞത്, എടി, കൂടുതലും വിവാഹിതരായവരെ നോക്കിയാൽ മതി, അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന്. അങ്ങനെ 2-3 പേരെ എനിക്കിഷ്ടപ്പെട്ടു. അമ്മമ്മ പറഞ്ഞു, മോളെ,
ഞാൻ വന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് മാത്രം സ്വീകരിച്ചാൽ മതി. പുറമേയുള്ള നോട്ടം കൊണ്ട് തന്നെ അമ്മമ്മ കണ്ടുപിടിക്കും പർവ്വത സമാനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മമ്മയെ യാദൃശ്ചികമായി ഓഫീസിൽ കൊണ്ടുവന്ന് എല്ലാവരെയൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അതിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞൊരാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആദ്യത്തെ ചോയ്സ് ഇത്, പിന്നെ നീ കാണിച്ച 2 പേരും എന്തായാലും നിൻ്റെ ഭർത്താവിനേക്കാളും നിൻ്റെ അച്ഛനേക്കാളും മെച്ചമാണെന്ന്. പ്രതീക്ഷ വിവാഹം കഴിച്ചിട്ട് 2 വർഷമേ ആയുള്ളൂ, കുട്ടികളില്ല മാഡം. അപ്പോൾ അങ്ങേരുമായിട്ടാണ് ഞാൻ ആദ്യം അടുത്തത്. എൻ്റെ ജീവിതത്തിൽ ശരിക്കും പ്രതീക്ഷകൾ മുളച്ചു വന്ന ഒരു ദിവസമായിരുന്നു അത്. പല റിസ്ക്കും എടുത്താണ് അയാൾ എന്നെ ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയത്. അവിടെ വെച്ച് ഞാൻ ശരിക്കും മണിയറ എന്താണെന്ന് ആദ്യമായി അറിഞ്ഞു. അമ്മമ്മ പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥങ്ങൾ എൻ്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞു. ഞാൻ ഒരു സ്ത്രീയാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അമ്മമ്മ കണ്ടെത്തിയ കാട് കുലുക്കിയ ഒറ്റയാൻ എന്നെയും കുലുക്കി മറിച്ച് കളഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ അമ്മമ്മയുടെ കീഴിൽ എൻ്റെ ജേണി തുടങ്ങുകയായിരുന്നു. 3 മാസമേ ആയിട്ടുള്ളെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വേറെ 4 അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഹസ്ബൻഡുമായുള്ള ജീവിതവും മാനേജ് ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കൂടുതൽ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു മാഡം. പുതിയ ജില്ലകളിൽ ഉയരാടാൻ എനിക്ക് മോഹമാണ്. അതിനുവേണ്ടി വനം ഞാൻ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മയുടെ പ്രോത്സാഹനമുണ്ടെങ്കിലും ചില സമയത്ത് ഈ ജീവിതം ഒരു റിസ്ക് അല്ലേ എന്നെനിക്ക് തോന്നും. യാദൃച്ഛികമായിട്ടാണ് മാഡത്തിന് ചാനൽ കാണാനിട വന്നത്. അതുകൊണ്ടാണ് എൻ്റെ അനുഭവം ഷെയർ ചെയ്തത്. മറുപടി പറയുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മറുപടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് പരിശോധിച്ച് മെച്ചപ്പെടുത്തി എടുക്കാവുന്നേ കാണുകയുള്ളായിരിക്കും. എന്താണ് സാങ്കേതികമായ പ്രശ്നം നമുക്കറിയില്ലല്ലോ. ആരോഗ്യപരമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ്, അതായത് ഭർത്താവിനോടും പറഞ്ഞ് ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് മെച്ചപ്പെടുത്തി എടുക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം. കാര്യം ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താതെ അമ്മമ്മ പറഞ്ഞത് കേട്ടിട്ട് ആറ്റിലേക്ക് എടുത്ത് ചാടുന്നത് ഒട്ടും നല്ലതല്ല. ഹസ്ബൻഡിന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ പലപ്പോഴും ചില സമയത്തൊക്കെ ചില മെച്ചപ്പെടുത്തലുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒക്കെ ജീവിതത്തിൽ ആവശ്യമാണ്, നേർരേഖയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇത്തരം വഴിവിട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ ഹസ്ബൻഡുമായി ഡിസ്കസ് ചെയ്തിട്ട് എവിടെയാണ്, എന്താണ് കുഴപ്പം, എങ്ങനെയാണ് കോർഡിനേഷൻ തെറ്റിപ്പോയത് എന്നുള്ളത് മനസ്സിലാക്കി ഒരു ഡോക്ടറെ കാണുക. ഒരു യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫാമിലി കൗൺസിലറെയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് ഇതിലെ ഒരു പോരായ്മ ചേരായ്മ എന്നുള്ളത് മനസ്സിലാക്കി അവിടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യം ചെയ്യുക. അത് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ സെർച്ച് നടത്തിയിട്ട് ചാടിപ്പോകുന്നതിനെ എനിക്ക് ഈ കഥയിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല.